അതേ, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് LDF, UDF, BJP എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നോ? നാട്ടിൽ വലിയ വലിയ സംഭവങ്ങൾ നടക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മാധ്യമങ്ങൾ വേണ്ട രീതിയിൽ കവർ ചെയ്യുന്നില്ല. അവർക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ടോ അവരതിൽ വേണ്ട ശ്രദ്ധ കൊടുക്കുന്നില്ല. ആരെങ്കിലും എവിടെയെങ്കിലും ഒരു ലൈൻ കാണിച്ചെങ്കിലായി. ഞാൻ പറയുന്നത് നമ്മളുടെ ശ്രീ അരവിന്ദ് കേജ്രിവാളിനെ പറ്റിയാണ്. പുള്ളി രാജ്ഘട്ടിൽ പോയി ഒരു പ്രതിജ്ഞയൊക്കെ എടുത്തു. മഹാത്മാഗാന്ധിയുടെ സമാധി സ്ഥലത്ത് പോയിട്ട് അവർ കുറച്ച് പേര് കൂടി വലിയൊരു പ്രതിജ്ഞ എടുത്തു. ഇത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഒരു വീഡിയോ പുറത്തുവിട്ടു. അദ്ദേഹം സത്യാഗ്രഹം ചെയ്യാൻ പോവുകയാണ്. അതായത് നമ്മുടെ കോടതികൾക്കെല്ലാം സദ്ബുദ്ധി ഉണ്ടാകാനും നിയമവാഴ്ച നിലനിർത്താനും മറ്റുമായിട്ട് അദ്ദേഹം സത്യാഗ്രഹം നടത്താൻ പോകുന്നു. ഞാനും വിചാരിച്ചു കൊള്ളാം, ഇത് നല്ലൊരു കാര്യത്തിനാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. എല്ലാ ജഡ്ജിമാർക്കും അസാമാന്യമായ ബുദ്ധിവൈഭവവും സ്നേഹവും ദയയും നിയമബോധവും ഒക്കെ ഉണ്ടായി നാട്ടിൽ ധർമ്മം കളിയാടുക. കളിച്ചാൽ പോരാ, കളി ആടണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം സത്യാഗ്രഹിയിരിക്കുന്നു. സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ ഉണ്ണാവൃതം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. നിരാഹാര സത്യാഗ്രഹം, അതിനാണല്ലോ സത്യാഗ്രഹം. അതല്ലാതെയും സത്യാഗ്രഹമുണ്ട്. ചുമ്മാ കുത്തിയിരിക്കുക, അതിന് കുത്തിയിരിപ്പ് സത്യാഗ്രഹം എന്ന് പറയും. അവർ ഭക്ഷണമൊക്കെ കഴിക്കും, കുത്തിയിരിക്കും, നിൽക്കരുത്. നിന്ന് ഉള്ള സത്യാഗ്രഹമില്ല, ഇരുന്നാണ് സത്യാഗ്രഹം. അങ്ങനെ കുത്തിയിരിപ്പ് സത്യാഗ്രഹം. ഇതിലേത് വകുപ്പിൽ പെടും ഇദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹം എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ പോരില്ല, അത് അന്വേഷിക്കണമല്ലോ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നിട്ട് എനിക്കൊന്നും അറിയാൻ മേലെ എന്ന് പറഞ്ഞാൽ പിന്നെ താൻ എന്തിനാണ് വന്നതെന്ന് ചോദിക്കില്ലേ. അതുകൊണ്ട് ഞാനിത് അന്വേഷിച്ചപ്പോഴാണ് സത്യാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പുള്ളി അങ്ങ് സത്യാഗ്രഹം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ബാക്കി പുള്ളി ഭക്ഷണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ അതൊക്കെ ചെയ്യും. പുള്ളി ആകെ ചെയ്യാൻ പോകുന്നത് പുള്ളിയുടെ ആ ഒരു മദ്യനയ കേസുണ്ടല്ലോ, അതിൽ നിന്നാണ് ഇതിൻ്റെയൊക്കെ തുടക്കം. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കീഴ്ക്കോടതി കേജ്രിവാൾ അടക്കം 23 പേരെ തീർത്തും കുറ്റവിമുക്തരാക്കി പ്രഖ്യാപിച്ചൊരു വിധി എഴുതി. 500 ചില്ലാനം പേജുണ്ട് കേട്ടോ വിധി. ആ വിധി വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ 600 ചില്ലാനം പേജിൽ ക്രിമിനൽ അപ്പീൽ CBI ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ആ അപ്പീൽ ഡൽഹി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സ്വർണകാന്ത ശർമ്മ എന്ന ലേഡി ജഡ്ജിന് വിട്ടു. റോസ്റ്റർ തീരുമാനിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ആണല്ലോ. അപ്പോൾ ജഡ്ജിമാർക്ക് ഏതൊക്കെ ബെഞ്ചിൽ ഏതൊക്കെ കേസ് പോകണം എന്ന് ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കും, അതനുസരിച്ച് അത് പോവും. അപ്പോൾ കേജ്രിവാൾ എന്ത് ചെയ്തു? ഈ സ്വർണകാന്ത ശർമ്മ എന്ന ജഡ്ജി എനിക്ക് പറ്റില്ല, ഈ സ്ത്രീ പണ്ട് എനിക്ക് ജാമ്യം തന്നിട്ടില്ല. ഈ കേസിൽ തന്നെ മദ്യനയ അഴിമതി കേസിൽ കീഴ്ക്കോടതി ജാമ്യം നിഷേധിച്ചു, ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു, സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചു. ഇത് കഴിഞ്ഞിട്ട് സെക്കൻഡ് റൗണ്ട് ജാമ്യത്തിന് വന്നു കേജ്രിവാളിൻ്റെ വാദം അന്നും ജാമ്യത്തിനല്ല, എൻ്റെ FIR റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്, ജാമ്യത്തിനല്ല. പുള്ളി പറഞ്ഞ് ഞാൻ ജയിലിൽ കിടന്നോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ്, അതുകൊണ്ട് സമ്പൂർണ്ണമായിട്ട് ഇയാളെ തുറന്നു വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് തുറന്നു വിട്ടാലേ ഞാൻ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ജയിലിൽ കിടന്നോളാം. ഇങ്ങനെയൊക്കെ പോയി ഇങ്ങരുടെ വാദം. ഇതവസാനം സുപ്രീം കോടതി പോയി കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, മിസ്റ്റർ കേജ്രിവാൾ, നിങ്ങളൊരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്, ഡൽഹിയുടെ മുഖ്യമന്ത്രിയാണ്. അന്ന് അറസ്റ്റിലായിട്ട് പുള്ളി മുഖ്യമന്ത്രി സ്ഥാനമൊന്നും രാജിവെച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജാമ്യം വേണമെങ്കിൽ തരാം, നിങ്ങളുടെ കേസ് റദ്ദാക്കാനൊന്നും പറ്റില്ല, FIR ക്വാഷ് ചെയ്യാൻ പറ്റില്ല. ഇല്ല, FIR ക്വാഷ് ചെയ്യുന്നെങ്കിൽ ക്വാഷ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞാൻ ജയിലിൽ കിടന്ന് ഞാൻ ചത്തുവെക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഷോയൊക്കെ നടക്കും. സുപ്രീം കോടതി പറഞ്ഞോ നടക്കില്ല, തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, ജാമ്യം എടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം അത് ഇതൊക്കെ നടത്തുക, അത്രയും ദിവസത്തേക്ക് ജാമ്യം തരാം, അത് കഴിയുമ്പോൾ തിരിച്ച് ജയിലിൽ കയറണം. അവസാനം മൂപ്പര് സമ്മതിച്ചു. ശരിക്ക് പറഞ്ഞാൽ
ചോദിക്കാതെ ജാമ്യം കൊടുത്ത ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ചരിത്രം കേജ്രിവാളിൻ്റെ ആയിരിക്കും. ചോദിച്ചിട്ടില്ല ജാമ്യം, കേസ് റദ്ദാക്കണമെന്നാണ് പരാതി, പക്ഷേ ജാമ്യം തരാമെന്ന് ഹൈക്കോടതി. ഒടുവിൽ ഇങ്ങനെ അത് സമ്മതിച്ചു, ശരി ജാമ്യമെങ്കിൽ ജാമ്യം തന്നേക്കെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. തെരഞ്ഞെടുപ്പിൽ ഞാൻ സത്യസന്ധനാണെന്നൊക്കെ പറഞ്ഞ് കരച്ചിലൊക്കെ നടത്തി. ജനം മൈൻഡ് ചെയ്തില്ല. ആകെ കൂടെ തോറ്റ് ബഹളം വെച്ച് ആകെ പ്രശ്നത്തിലായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോയി. പിന്നെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു, അതിൽ തോറ്റുപോയി. ആകെ ക്ഷീണിതനായി. ഇപ്പോൾ 7 രാജ്യസഭാ MP കൂട്ടത്തിൽ നിന്ന് അവരിറങ്ങിപ്പോയി. അതിൻ്റെ ഒരു ക്ഷീണം വേറെ. അപ്പോൾ ഇതെല്ലാം കൂടെ തീർക്കാൻ എന്താ മാർഗം? അതിനാണ് സത്യാഗ്രഹം. സത്യാഗ്രഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇദ്ദേഹത്തെയും 23 പേരെയും ലോവർ കോർട്ട് ഇതേ കേസിൽ ഡിസ്ചാർജ് ചെയ്തു. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഈ കുറ്റപത്രം തയ്യാറാക്കുമല്ലോ പോലീസ്, ഇക്കാര്യത്തിൽ CBI ആണ്. CBI കുറ്റപത്രം തയ്യാറാക്കി ലോവർ കോടതിയിൽ കൊടുത്തു. ലോവർ കോടതി ഈ കുറ്റപത്രം പരിശോധിച്ച് നോക്കി. ഇവരുടെ ഡിസ്ചാർജ് ആപ്ലിക്കേഷൻ പ്രഥമ ദൃഷ്ടിയ ഞങ്ങൾക്കെതിരെ കേസില്ല, ഞങ്ങളെ വെറുതെ വിടണം എന്ന് പറഞ്ഞുള്ള ഇവരുടെ ആപ്ലിക്കേഷനും വെച്ചിട്ട് ജിതേന്ദ്ര പ്രസാദ് സിംഗ്, ഇതാണ് ആ ജഡ്ജിയുടെ പേര്, റൗസ് അവന്യൂ കോർട്ട് ഡൽഹിയിലെ, അതാണ് CBI സ്പെഷ്യൽ കോടതി. അപ്പോൾ CBI സ്പെഷ്യൽ കോടതി 23 പേരെയും ചുമ്മാ വെറുതെ വിട്ടു. അതാണ് ഞാൻ പറഞ്ഞ അന്വേഷിച്ചില്ലാൻ വരുന്ന പേജ് വരുന്ന ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ഈ ഡിസ്ചാർജ് എന്താണെന്ന് മനസ്സിലാവും, വളരെ പെട്ടെന്ന് മനസ്സിലാവും. നമ്മളുടെ ലാവ്ലിൻ കേസില്ലേ, പിണറായി വിജയൻ്റെ, ആ കേസ് ഇതുപോലത്തെ കേസാണ്. ലാവ്ലിൻ കേസിൽ CBI കീഴ്ക്കോടതിയിൽ കുറ്റപത്രം കൊടുക്കുന്നു, പിണറായി വിജയൻ ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുക്കുന്നു. പ്രഥമ ദൃഷ്ടി അതിന് കേസില്ല, എന്നെ വെറുതെ വിട്, ഞാനിതിലൊന്നും പെട്ടവനല്ല. അല്ലേ, കീഴ്ക്കോടതി പിണറായി വിജയനെ വെറുതെ വിടുന്നു. പിണറായി വിജയനെ മാത്രമല്ല, ആ കേസിൽ വേറെയും കുറച്ച് പേരുണ്ട്. വിജയനടക്കം കുറച്ച് പേരെ വെറുതെ വിടുന്നു, കുറച്ച് പേരെ ഇതിൽ കഴമ്പുണ്ട്, ട്രയലിന് പോകാമെന്ന്. വിട്ടത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് CBI ഹൈക്കോടതിയിൽ അപ്പീൽ പോകുന്നു. വിടാഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞ് വിടാഞ്ഞവരുണ്ടല്ല, അവരും അപ്പീലിന് പോകുന്നു. ഹൈക്കോടതി പിണറായി വിജയനടക്കം കുറച്ച് പേരെ വീണ്ടും വിടുന്നു, കുറച്ച് പേരെ വിടാതിരിക്കുന്നു. വിട്ടത് ശരിയായില്ല എന്ന് പറഞ്ഞ് CBI വീണ്ടും സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുന്നു. വിടാഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് വിടാതിരുന്നവരും അവരും സുപ്രീം കോടതിയിൽ പോകും. ഇതാണ് ലാവ്ലിൻ കേസ്. ഇപ്പോൾ ആ കേസ് സുപ്രീം കോടതിയിൽ കിടക്കുന്നു. അപ്പോൾ ഈ ഡിസ്ചാർജ് എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട് ഒരു കേസിൽ. നിങ്ങൾക്ക് പ്രഥമ ദൃഷ്ടിയാ തന്നെ നിങ്ങളുടെ പേരിൽ കുറ്റമില്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ നിങ്ങളെ പറഞ്ഞു വിടും, പൊക്കോ, വെറുതെ നിങ്ങളുടെ പേര് ഇതിനകത്ത് പോലീസുകാർ ചുമ്മാ പ്രാന്ത് കയറി എഴുതി വെച്ചിരിക്കുകയാണ് എന്ന് നിങ്ങൾ സ്ഥാപിക്കണം. അങ്ങനെ സ്ഥാപിക്കുമ്പോൾ നിങ്ങളെ വെറുതെ വിടും. അപ്പോൾ ഈ കേജ്രിവാളിൻ്റെ എക്സൈസ് പോളിസി കേസിൽ 23 പേരെയും വെറുതെ വിട്ടുകൊണ്ടാണ് കീഴ്ക്കോടതി ഉത്തരവായത്. CBI വിടുകയില്ലല്ലോ, അവർ അപ്പീലിന് പോയി. ആ അപ്പീലാണ് ജസ്റ്റിസ് സ്വർണ്ണകാത്ത ശർമ്മയുടെ ബെഞ്ചിലെത്തിയത്. കേജ്രിവാൾ പറഞ്ഞു, ഈ ജഡ്ജി എൻ്റെ കേസ് കേട്ടാൽ ശരിയാവില്ല, ഇവർ പണ്ടെനിക്ക് ജാമ്യം തന്നില്ല, അത് കാര്യം ശരി, എനിക്കതിൽ പരാതിയൊന്നുമില്ല. പക്ഷേ ഇവർ അഭിഭാഷക പരിഷത്ത് എന്ന് പറഞ്ഞ് ഒരു RSS അനുകൂല സംഘടനയുടെ 4 യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഒരു കടുത്ത RSS വിരോധിയുമാണ്. അതിനാൽ ഈ ജഡ്ജി എനിക്കെതിരെ വിധി എഴുതുള്ളൂ എന്ന് ഞാൻ സംശയിക്കുന്നു. ജഡ്ജിയുടെ ഇൻറ്റഗ്രിറ്റിയെ, ആത്മാർത്ഥതയെ ഒന്നും എനിക്ക് സംശയമില്ല. പക്ഷേ എനിക്ക് നീതി കിട്ടുമോ എന്നുള്ള ഭയം എൻ്റെ മനസ്സിലുണ്ടാവാൻ കാരണം അവരുടെ ഈ 4 യോഗങ്ങളിലുള്ള പോക്കാണ്. അവർ കുഴപ്പക്കാരിയാണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ കുഴപ്പക്കാരിയാണ് എന്നെനിക്ക് തോന്നാനുള്ള കാരണം ഇതാണ്. പിന്നെ ഈ കേസിൽ CBIക്ക് വേണ്ടി ഹാജരാകുന്നത് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. തുഷാർ മേത്തയുടെ ജൂനിയറായിട്ട് ഈ ലേഡി ജഡ്ജിൻ്റെ മക്കൾ 2 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് കേസ് അലോട്ട് ചെയ്യുന്നത് തുഷാർ മേത്തയാണ്. അപ്പോൾ തുഷാർ മേത്തയുടെ പ്രീതി സമ്പാദിക്കാനായിട്ടും മക്കൾക്ക് കൂടുതൽ കേസുകൾ അലോട്ട് ചെയ്ത് കിട്ടാനായിട്ടും
എനിക്കെതിരെ ഒരു വിധി ഈ ജഡ്ജ് പുറപ്പെടുവിക്കാൻ സാധ്യതയുണ്ട്. അവരുടെ സത്യസന്ധതയിൽ എനിക്ക് സംശയമൊന്നുമില്ല കേട്ടോ, അവരുടെ ഇൻറ്റഗ്രിറ്റിയിൽ എനിക്ക് ഒട്ടും സംശയമില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ സംശയം തോന്നാനുള്ള കാരണം അവരുടെ മക്കൾ തുഷാർ മേത്തയുടെ കീഴിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ തൊടുന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം റിക്യൂസൽ ആപ്ലിക്കേഷൻ, ഒരു ജഡ്ജ് റിക്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാറിക്കൊടുക്കുക എന്നാണ് അർത്ഥം, വേറെ ഏതെങ്കിലും ബെഞ്ചിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് റിക്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജഡ്ജിൻ്റെ ചുമതല കഴിഞ്ഞു. പിന്നെ ഈ ഫയലെടുത്തിട്ട് വേറെ ജഡ്ജിക്ക് കൊടുക്കേണ്ടത് ആരാണെന്ന് ചോദിച്ചാൽ ചീഫ് ജസ്റ്റിസാണ്. ചീഫ് ജസ്റ്റിസിന് ആദ്യം തന്നെ കേജ്രിവാൾ ഒരു അപേക്ഷ കൊടുത്തിരുന്നു, സ്വർണ്ണകാന്ത ശർമ്മയുടെ ബെഞ്ചിൽ നിന്ന് ഇത് മാറ്റണം എന്ന് പറഞ്ഞിട്ട്. ചീഫ് ജസ്റ്റിസ് പറഞ്ഞു, ഞാൻ ഒരിക്കൽ ഒരു കേസ് ഒരു ജഡ്ജിക്ക് അലോട്ട് ചെയ്താൽ ആ കേസ് എന്ത് ചെയ്യണം എന്ന് ആ ജഡ്ജിയാണ് തീരുമാനിക്കുന്നത്. അത് ആ ജഡ്ജിക്ക് ആ കേസ് കേൾക്കാം, കേൾക്കാതിരിക്കാം, തിരിച്ച് എനിക്ക് തരാം. ഈ 3 ഓപ്ഷനുണ്ട്. അപ്പോൾ അവരാണത് തീരുമാനിക്കുന്നത്, അവർ തീരുമാനിച്ചോട്ടെ എന്ന് ഇദ്ദേഹത്തിൻ്റെ മറുപടി. കേജ്രിവാൾ ഇതിൻ്റെ ഒരു റിട്ട് പെറ്റീഷനുമായിട്ട് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി എടുത്ത് അവിടെ വെച്ചിരിക്കുന്നു, ലിസ്റ്റ് ചെയ്തിട്ടില്ല. അതിനിടയ്ക്കാണ് ഡൽഹി ഹൈക്കോടതിയിൽ റിക്യൂസൽ ആപ്ലിക്കേഷൻ ഫോർമലായിട്ട് കൊടുക്കുന്നത്. ജഡ്ജിക്ക് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, അങ്ങ് ഈ കേസ് കേൾക്കരുത്, അങ്ങയെപ്പറ്റി എനിക്ക് ഇന്ന സംശയങ്ങളുണ്ട്. അത് രസം എന്താണെന്ന് വെച്ചാൽ പുള്ളി പറയുന്നത്, അങ്ങയെപ്പറ്റി എനിക്ക് സംശയമില്ല, പക്ഷേ സംശയം എൻ്റെ ജനിപ്പിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങളുണ്ട്, അത് ഞാൻ ബോധിപ്പിക്കുന്നു, അതുകൊണ്ട് അങ്ങ് മാറിത്തരണം. ഇതാണ് അപ്രഹെൻഷൻസാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ സ്വർണ്ണകാന്ത ശർമ്മ ഇദ്ദേഹം പറഞ്ഞത് മുഴുവൻ എഴുതിയെടുത്തു. വലിയൊരു ജഡ്ജ്മെൻറ്റ്, ഒരു 150 പേജോളം വരുന്ന ഒരു ജഡ്ജ്മെൻറ്റ് അവരെഴുതി. എന്തുകൊണ്ട് അവർ ഈ കേസിൽ നിന്ന് വിട്ടു നിൽക്കുന്നില്ല, ഈ കേസ് ഞാൻ തന്നെ കേൾക്കും. അഭിഭാഷക പരിഷത്ത് RSSനോട് അടുപ്പമുള്ള സംഘടനയാകാം, അല്ലെങ്കിൽ അമേരിക്കയോട് അടുപ്പമുള്ള സംഘടനയാകും, എനിക്കതറിയേണ്ട കാര്യമില്ല. അവർ ഒരു സെമിനാറിന് വിളിച്ചു. സെമിനാറിന് പലരും ഉണ്ടാകും, പല ജഡ്ജിമാർ, റിട്ടയേർഡ് ജഡ്ജിമാരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഞാനും പങ്കെടുത്തു. എനിക്കൊരു വിഷയമുണ്ടായിരുന്നു. ആ വിഷയത്തിൽ ഞാൻ സംസാരിച്ചു. എന്തോ സ്ത്രീ സ്വാതന്ത്ര്യമോ സ്ത്രീ ശാക്തീകരണമോ അങ്ങനെയൊക്കെയാണ്. അതിൽ സംസാരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആ വിഷയം സംസാരിച്ചു, ഞാൻ ഇറങ്ങിപ്പോകും. അവർ പിന്നെ RSSൻ്റെ കൂടെയോ ISSൻ്റെ കൂടെയോ എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ഞങ്ങളെ പല സെമിനാറുകൾക്കായിട്ട് ഇങ്ങനെ വിളിക്കാറുണ്ട്. പല രാഷ്ട്രീയ ചായവുള്ള സംഘടനകൾ നാട്ടിലുണ്ട്. ഇന്ത്യൻ ലോയേഴ്സ് യൂണിയൻ നമ്മളുടെ CPIയുടെ സംഘടനയാണ്. നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ അതിലെ മെമ്പർ ആണ്, അതോ ആയിരുന്നു, സംതിങ്. ഏതായാലും അതിൻ്റെയൊക്കെ കൂടെ ഇങ്ങനെ പലവിധ ചായവുള്ള, പ്രകടമായ രാഷ്ട്രീയ ചായവുള്ള സംഘടനകളുണ്ട്. അതിനകത്തൊന്നാണ് അഭിഭാഷക പരിഷത്ത്. അതുകൊണ്ട് എന്താ, അവർ നടത്തുന്ന ജനറൽ പ്രോഗ്രാമിൽ ഞാൻ പോയി ഒരു പ്രത്യേക വിഷയത്തിന് ക്ലാസ് എടുക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്യുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. അവരോട് എതിർപ്പ് നിങ്ങൾക്കുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ കേസ് ഞാൻ കേൾക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് പുലിവാലപ്പം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളിൻ്റെ കല്യാണത്തിന് ഞാൻ നാളെ കൂടിയെന്നിരിക്കും. അപ്പോൾ നിങ്ങൾ പറയും, എൻ്റെ ശത്രുവിൻ്റെ കല്യാണത്തിന് ഈ ജഡ്ജി പോയി ചോറുണ്ടതാണ്, അതുകൊണ്ട് ഈ ജഡ്ജി എനിക്കെതിരെ ജഡ്ജ്മെൻ്റ് എഴുതും, അതുകൊണ്ട് അദ്ദേഹം ഇത് കേൾക്കാൻ പാടില്ല. ഇതെന്തൊരു ഞാൻ, ഇതെന്ത് പണ്ടാരം. അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു, ജസ്റ്റിസ് ഈസ് നോട്ട് ഓൺലി ടു ബി ഡൺ, ഇറ്റ് ഈസ് ടു ബി സീൻ ടു ബി ഡൺ. മഹാത്മാഗാന്ധി പറഞ്ഞതാണ്. ന്യായം നടത്തിയാൽ പോരാ, ന്യായം നടന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും വേണം. ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പരിപാടി ഈ 150 പേജിൽ സ്വർണ്ണകാന്ത ശർമ്മ ചെയ്തു. ഇയാളുടെ ഓരോ സംശയവും, ഉത്കണ്ഠയും, ആശങ്കയും, അപ്രഹെൻഷൻ, ഡൗട്ട്, ഇതെല്ലാം ക്ലിയർ ചെയ്തു. ഇതിനു മുമ്പ് ഇതുപോലെ നടന്ന റിക്യൂസൽ കേസുകൾ എടുത്തുദ്ധരിച്ച് വായടപ്പിക്കുന്ന രീതിയിൽ കോംപ്രഹെൻസീവായ ജഡ്ജ്മെൻ്റ് എഴുതി. കേജ്രിവാൾ കുടുങ്ങി. കേജ്രിവാളിന് ഒന്ന് ചെയ്യാവുന്നത് ഈ ജഡ്ജ്മെൻറ്റിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോവുക. കേജ്രിവാളിൻ്റെ ആവശ്യം എന്താ, കീഴ്ക്കോടതി വെറുതെ വിട്ടു. ഇനി ഈ കേസ് ഇങ്ങനെ നിരക്കി കൊണ്ടുപോയി ഇങ്ങനെ മരണം വരെ കൊണ്ടുപോവുക. ഒന്നുകിൽ ജഡ്ജ് സ്വർണ്ണകാന്ത ശർമ്മ മരിക്കും, അല്ലെങ്കിൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത മരിക്കും,
അല്ലെങ്കിൽ ചിലപ്പോൾ കേജ്രിവാൾ തന്നെ മരിക്കും. ആരെങ്കിലുമൊക്കെ മരിക്കുമല്ലോ, സമയമുണ്ടല്ലോ, നമുക്ക് നിരക്കിക്കൊണ്ട് പോകാം. പണ്ട് ഈ അക്ബറിൻ്റെ സദസ്സിൽ അക്ബർ ഒരു കുതിരയെ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് പറഞ്ഞു, ഈ കുതിരയെ 5 വർഷത്തെ സമയം തരാം, ഈ കുതിരയെ പറപ്പിക്കണം, ആർക്കെങ്കിലും പറ്റുമോ? എല്ലാവരും പറഞ്ഞു, അയ്യോ കുതിരയെ പറപ്പിക്കാൻ 5 അല്ല 50 വർഷം കഴിയും, കുതിര പറക്കുകയില്ല യമാനെ. ബീർബൽ പറഞ്ഞു, ഇതിനെ ഞാൻ പറപ്പിക്കാം. ആ നീ മിടുക്കനാടാ, നീ വെച്ചോ കുതിരയെ എന്ന് പറഞ്ഞിട്ട് ബീർബലിന് കൊടുത്തു. അക്ബറിൻ്റെ പാട്ടിന് പോയി. എല്ലാവരും ബീർബലിനെ പറഞ്ഞു, എടാ പൊട്ട, നീ എന്ത് 5 കൊല്ലത്തിന് ഈ കുതിര പറന്നില്ലെങ്കിൽ നിൻ്റെ കഴുത്തിയെത്തി കളയും അങ്ങേരുത്. ബീർബൽ പറഞ്ഞു, എടോ 5 വർഷം ഉണ്ടല്ലോ, 5 വർഷത്തിനുള്ളിൽ എന്തൊക്കെ സംഭവിക്കാം? അക്ബർ ചക്രവർത്തി മരിച്ചു പോകാം, ഞാൻ മരിച്ചു പോകാം, കുതിര മരിച്ചു പോകാം, പിന്നെ പറയാൻ പറ്റില്ല, കുതിര പറന്നെന്നും വരും, 5 കൊല്ലം കിടക്കുകയല്ലേ. ഇതായിരുന്നു ബീർബലിൻ്റെ ബുദ്ധി. അതുപോലെ കേജ്രിവാളും ഇത് നിരക്കി കൊണ്ടുപോവുക, പിന്നെ സംഭവിക്കാനുള്ളത് സംഭവിക്കും. ചിലപ്പോൾ ജയിലിലാകും, ചിലപ്പോൾ ആവില്ല, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഏതായാലും നിരക്കാൻ നമുക്ക് സമയമുണ്ടല്ലോ. ഈ പരിപാടിയാണ് ഈ സാമദ്രോഹി ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ഉണ്ടാക്കി പ്രഖ്യാപിച്ചു, ഞാൻ സത്യാഗ്രഹം നടത്താൻ പോകുന്നു. ഈ സത്യാഗ്രഹം നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ല, ഇങ്ങനെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല, ഡേറ്റ് പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, സത്യാഗ്രഹം പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ അപ്പീലിൽ നേരിട്ടോ വക്കീൽ മുഖേനയോ അപ്പീൽ ചെയ്യുന്നില്ല, നിസ്സഹകരണം. അങ്ങനെയാണെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയണം. അത് മഹാത്മാഗാന്ധിയുടെ ആയിരുന്നു. മഹാത്മാഗാന്ധിയുടെ നമ്പറുകളാണല്ലോ ഇപ്പോഴും നാട്ടിലിട്ട് കളിക്കുന്നത്. അദ്ദേഹം ചെയ്തപ്പോൾ അതൊരു വലിയ സംഭവമായിരുന്നു. ഇപ്പോൾ അത് അപഹാസ്യമായ രീതിയിൽ നടക്കുന്നു എന്നേ ഉള്ളൂ, അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അപഹാസ്യമായ ഒരു നിസ്സഹകരണ പ്രസ്ഥാനമാണ് ഇദ്ദേഹം ചെയ്യുന്നത്. കാരണം ഈ ക്രിമിനൽ അപ്പീലിൽ അല്ലെങ്കിൽ ക്രിമിനൽ റിവിഷൻ പെറ്റീഷനിലൊക്കെ ഈ പ്രതിഭാഗം ഹാജരാകണമെന്നില്ല. ഹാജരായില്ലെങ്കിൽ പോലും അതൊരു എക്സ് പാർട്ടി വിധിയായിട്ടല്ല കൂട്ടുന്നത്. പ്രതിഭാഗത്തിനൊന്നും പറയാനില്ല, അതുകൊണ്ട് അവർ വന്നില്ല. അതുകൊണ്ട് ഈ കോടതി ബഹിഷ്കരണത്തിനൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. കോടതിയിൽ നിങ്ങൾ പോയില്ല എന്ന് വെച്ചോ, നിങ്ങളില്ലാതെ കോടതി വിധി പറയും. നിങ്ങൾക്കൊന്നും പറയാനില്ല, അതുകൊണ്ട് നിങ്ങൾ വന്നില്ല. എത്രയോ പേർക്ക് കോടതി നോട്ടീസ് അയക്കുന്നുണ്ട്, അവരാരും കോടതി പോകാറൊന്നുമില്ല. അതറിയാമോ നിങ്ങൾക്ക്? ഏതെങ്കിലും കേസിൽ ഇപ്പം ഞാനൊരു കേസ് കൊടുക്കുന്നു, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ 10 പേരെ ഞാൻ അതിനകത്ത് കക്ഷി ചേർക്കുന്നു. റെസ്പോണ്ടൻറ്റ് എന്ന് പറയും, സാക്ഷിയോ ഇതൊന്നുമല്ല, റെസ്പോണ്ടൻറ്റ്. നിങ്ങൾക്കതിൽ ചില വിവരങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്, അത് കിട്ടാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ ഞാൻ കൊടുക്കുന്നു. നിങ്ങൾക്ക് നോട്ടീസ് വരും, ടി.ജി. മോഹൻദാസിൻ്റെ കേസ് അതിൻ്റെ കോപ്പി ഇതായിരിക്കുന്നു. അയാൾ പറയുന്നു നിങ്ങൾക്ക് എന്തോ പറയാനുണ്ടാവും ഇതിൽ. നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, നിങ്ങൾ ഹൈക്കോടതി പോവുകയും വേണ്ട, റിപ്ലൈയും കൊടുക്കേണ്ട, ഒന്നും ചെയ്യണ്ട. വന്നില്ല, കഴിഞ്ഞു, നിങ്ങൾക്ക് സമ്മൻസൊന്നും വരില്ല. അതേസമയം ലോവർ കോർട്ടിൽ ക്രിമിനൽ കേസിൽ നിങ്ങളെ സാക്ഷിയാക്കി കഴിഞ്ഞാൽ അത് പോലീസാണ് സാക്ഷിയാക്കുന്നത്. സാക്ഷിയാക്കി നിങ്ങൾക്ക് നോട്ടീസ് വരും, നിങ്ങൾക്ക് സമ്മൻസ് വരും, നിങ്ങൾ ഹാജരായേ പറ്റുള്ളൂ. ഹാജരായിട്ട് എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും കേട്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞോളൂ, കുഴപ്പമില്ല, പക്ഷേ ഹാജരാകേണ്ടി വരും. ഹൈക്കോടതിയിൽ അതില്ല. നിങ്ങളുടെ തന്നെ കേസാണെങ്കിൽ പോലും നിങ്ങൾ പോയില്ലെങ്കിൽ നിങ്ങൾ പോയില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ ഹൈക്കോടതി നിങ്ങൾ പിന്നാലെ വരാനൊന്നും പോകുന്നില്ല. അപ്പോൾ കേജ്രിവാൾ ഈ പറയുന്ന വിപ്ലവമൊന്നും നടത്തുന്നില്ല. മഹാത്മാഗാന്ധിയുമായിട്ട്, എൻ്റെ ദൈവം, എത്ര മഹാത്മാഗാന്ധിയാണ്? നമുക്ക് മഹാത്മാഗാന്ധിയെ മുട്ടി ഇപ്പോൾ വഴി നടക്കാൻ മേല. പണ്ടൊരു മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ മാത്രം തൊഴുതാൽ മതിയായിരുന്നു. ഇപ്പം നാട് നീളെ മഹാത്മാഗാന്ധിയാണ്. നമ്മുടെ കോൺഗ്രസ്സിലെ VM സുധീരൻ മഹാത്മാഗാന്ധി. പിന്നെ കോഴിക്കോട് അങ്ങേര് മരിച്ചുപോയി, കിട്ടൻ ഗാന്ധി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. പുള്ളി ഗാന്ധിയുടെ വേഷത്തിൽ മുട്ടയൊക്കെ അടിച്ച്, പുള്ളിയെ കണ്ടാലും ഗാന്ധിയെ പോലെ ഇരിക്കും. വയസ്സായി, കണ്ണാടിയൊക്കെ വെച്ചിട്ട് പുള്ളി ഈ മുണ്ടൊക്കെ എടുത്ത് താറ് പാച്ചി ഈ തെങ്ങ കയറാൻ പോകുന്ന രീതിയിലാണല്ലോ മുണ്ടെടുക്കുന്നത് മഹാത്മാഗാന്ധി. അപ്പോൾ അങ്ങനെ ഒക്കെ ഉടുത്തൊക്കെ നടന്നിരുന്നത് കിട്ടൻ ഗാന്ധി, കിട്ടൻ എന്നാ പേര്, കിട്ടൻ ഗാന്ധി എന്നുള്ള പേരിൽ ആൾക്കാർ വിളിച്ചുകൊണ്ട്. ഇങ്ങനെ ഒരുപാട് ഗാന്ധിമാർ നാട്ടിലുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു കേജ്രിവാൾ ഗാന്ധി കൂടെ ഇറങ്ങിയിരിക്കുന്നു. നിയമവ്യവസ്ഥയാണ് ഈ മനുഷ്യൻ വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2 പരാതികൾ ഓൾറെഡി വന്നു കഴിഞ്ഞു.
ഒന്ന് ഈ ലോവർ കോർട്ടിലെ ജഡ്ജിയുടെ പേരിലാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കേജ്രിവാളിന് ഫൈനലി സുപ്രീം കോടതി ജാമ്യം കൊടുക്കുമ്പോൾ സുപ്രീം കോടതി അതിൽ പറഞ്ഞിരുന്നു 338 കോടി രൂപയുടെ അഴിമതി പ്രഥമ ദൃഷ്ട്യാ ഇതിൽ തെളിയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കീഴ്ക്കോടതി ഇവർ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല, ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പ്രഥമ ദൃഷ്ട്യാ ഇത് തള്ളിക്കളയുമ്പോൾ കീഴ്ക്കോടതിയുടെ പ്രഥമ ദൃഷ്ട്യയും സുപ്രീം കോടതിയുടെ പ്രഥമ ദൃഷ്ട്യയും തമ്മിലൊരു വ്യത്യാസം വന്നില്ലേ? 338 കോടിയാണ് പ്രഥമ ദൃഷ്ട്യാ സുപ്രീം കോടതി കണ്ടെത്തിയത്. വട്ടപൂജ്യമാണ് കീഴ്ക്കോടതി പ്രഥമ ദൃഷ്ട്യാ കണ്ടെത്തുന്നത്. അപ്പോൾ കീഴ്ക്കോടതി എന്ത് ചെയ്യണം? സുപ്രീം കോടതി പ്രഥമ ദൃഷ്ട്യാ 338 കോടി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ ചാർജ് ഷീറ്റ് അക്സെപ്റ്റ് ചെയ്ത് ട്രയൽ നടത്തിയിട്ട് ഇല്ല 338 ഇല്ല, 10 പൈസ പോലും ഇല്ല എന്ന് പറഞ്ഞ് വിധിക്കാം. പക്ഷേ ട്രയലിന് മുമ്പ് ഡിസ്ചാർജ് കൊടുക്കുന്നത് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിനെ അപമാനിക്കലാണ്. കാരണം രണ്ടും പ്രഥമ ദൃഷ്ടിയാണ്, പ്രൈമ ഫേസിയാണ്. പ്രൈമ ഫേസി സുപ്രീം കോടതിയുടെ ഫൈൻഡിങ് കീഴ്ക്കോടതിക്ക് പ്രൈമ ഫേസി റദ്ദാക്കാൻ പറ്റുമോ? ഇല്ല. ട്രയൽ നടത്തി റദ്ദാക്കാം. അത് സുപ്രീം കോടതിയിലും അവരുടെ ജഡ്ജ്മെൻറ്റിൽ എഴുതും, ഞങ്ങൾ എഴുതിയ ഒരു കാര്യവും കീഴ്ക്കോടതിയെ ബാധിക്കരുത് എന്നെഴുതും. ബാധിക്കരുത്, ട്രയലിനെ ബാധിക്കരുത് എന്നെഴുതും. ഇവിടെ ട്രയലേ നടന്നിട്ടില്ല. അതുകൊണ്ട് പ്രൈമ ഫേസിയുള്ള ഫൈൻഡിങ് നിലനിൽക്കും. അതുകൊണ്ട് ഈ ജുഡീഷ്യൽ ഓഫീസർ സീരിയസ് ആയ കുഴപ്പം നടത്തിയിരിക്കുന്നു, ഇങ്ങരുടെ പേരിൽ ശിക്ഷാ നടപടി ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് ആരാങ്ങര് നീലേഷ് ഓജ അങ്ങനെ ഒരാൾ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരാൾ വൈഭവ് സിംഗ്, അയാൾ കോർട്ട് ലക്ഷ്യത്തിന് അതിന് അപ്രൂവൽ വേണം. ഈ അഡ്വക്കേറ്റ് ജനറലിൻ്റെ കോർട്ട് ലക്ഷ്യത്തിന് ഈ ഡൽഹി ഹൈക്കോടതിയിൽ അയാൾ കേസ് കൊടുത്തിട്ടുണ്ട്. വൈഭവ് സിംഗ്, അയാളും വക്കീലാണ്. ഇതിലൊക്കെ രസം സുപ്രീം കോടതി മൗനമായിട്ടിരിക്കുകയാണ്. 2 ആഴ്ച മുമ്പാണ് NCERTയുടെ പാഠപുസ്തകത്തിൽ ജുഡീഷ്യറിയിലെ അഴിമതി എന്ന് പറഞ്ഞ് ചെറിയൊരു പാരഗ്രാഫ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി തുമ്മിത്തെറിച്ച് ആരുടെ അവിടെ പിടിച്ചുകൊണ്ട് വാടാന്നൊക്കെ പറഞ്ഞ് NCERT ധൃതി പിടിച്ച് ആ പുസ്തകം പിൻവലിച്ചു, മാപ്പ് പറഞ്ഞു. നമ്മളുടെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പട്ടാങ്കടിച്ചു, എൻ്റെ പൊന്നു തമ്പുരാൻ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. സുപ്രീം കോടതി പറഞ്ഞു ആ പാഠപുസ്തകം തയ്യാറാക്കിയ 3 പേരെ ആജീവനാന്ത വിലക്ക്, അവരിനി പുസ്തകമേ എഴുതരുത് എന്നൊക്കെ പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ കോടതിയിൽ വന്നു, അല്ലെ ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് വിധിച്ചാലെങ്ങനെയാണ്, ഞങ്ങളെ കൂടെ കേൾക്കണ്ടേ? അപ്പോഴാണ് നിങ്ങളെ കേട്ടില്ല അല്ലേ, കേൾക്കാം, അത് ലിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ സുപ്രീം കോടതിക്കെതിരെ സുപ്രീം കോടതി അന്ന് വെച്ച ബഹളം ഞങ്ങളുടെ നെഞ്ചത്ത് വെടിവെച്ച പോലെ ആയിപ്പോയി. ഇറ്റ് ഈസ് വി ഹാവ് ബീൻ ബിലിറ്റിൽഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞാണ് വലിയ ബഹളം. ഇപ്പോൾ കേജ്രിവാൾ ഇങ്ങനെ തുള്ളിക്കളിച്ചിട്ട് സുപ്രീം കോടതി ഒരക്ഷരം മിണ്ടുന്നില്ല. ഇനി മെല്ലെ അയാൾ കയ്യിൽ വരട്ടെ, നിന്നെ കാണിച്ചു തരാം എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുകയാണോ, കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തതയാണോ, എനിക്ക് ഉറപ്പില്ല. ഏതായാലും മൊത്തത്തിൽ ഈ കേജ്രിവാളിനെ അഴിച്ചു വിടുന്നത് നമ്മളുടെ നിയമവാഴ്ചയ്ക്ക് തന്നെ ഒരു ഭീഷണിയാണ്. അത് സുപ്രീം കോടതി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു.